അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, നമ്മളൊക്കെ വെള്ളിയാഴ്ച ദിവസം നന്നായി കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് പുരുഷന്മാർ സുഗന്ധമൊക്കെ പൂശി പള്ളിയിലേക്ക് പോകാറുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തെ പള്ളിയിൽ പോകുന്നതിന് അതിൻ്റെ പ്രതിഫലങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്, പൊതുവെ നമ്മൾ ഇമാം മിമ്പറിൽ കയറുന്നത് വരെ അവിടെ ചില എഴുത്തുകാർ ആദ്യം വരുന്ന ആളുകൾക്ക് ഇത്ര കൂലി, അങ്ങനെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് പണ്ഡിതന്മാർ ഇത്രയേറെ പ്രതിഫലം നേടാൻ കഴിയുന്ന ഹദീസ് ഇല്ല, ഞാൻ അറിയില്ല എന്നുള്ള രൂപത്തിൽ പല പണ്ഡിതന്മാർ പഠിപ്പിച്ചൊരു ഭാഗമുണ്ട്. അതിൽ പല പണ്ഡിതന്മാർ പറഞ്ഞത്, ലൈസ ഫി സുന്ന ഫി ഖബരിൻ സ്വഹീഹിൻ അക്സറു മിൻ ഹാദ സവാബി. ഇതിനേക്കാൾ ഈ പറയപ്പെട്ട ഇനി പറയാൻ പോകുന്നൊരു ഹദീസ് അതിനേക്കാൾ കൂടുതൽ ഇത്രയും പ്രതിഫലമുള്ള ഒരു ഹദീസ് കേട്ടിട്ടില്ല എന്നല്ല. ലാ അഅലമു ഹദീസൻ കസീറ സവാബി മഅ ഖില്ലത്തിൽ അമലി അസഹു മിൻ ഹദീസി മൻ ബക്കറ വബ്തകറ. അപ്പം ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ച ഈ ഒരു ഹദീസിനേക്കാൾ കൂടുതൽ കൂലി കിട്ടും എന്ന്, ചെറിയ അമലുകൾ കൊണ്ട് കൂലി കിട്ടുമെന്ന് പഠിപ്പിക്കുന്നൊരു ഹദീസും എനിക്കറിയില്ല എന്ന് സലഫുകളായിട്ടുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചൊരു ഹദീസാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ നമ്മൾ നേരത്തെ ചെന്നാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഈ ഹദീസിൽ നമ്മെ ഉണർത്തുന്നത്. ആ ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഗസ്സല യൗമൽ ജുമുഅത്തി വഗ്തസല സുമ്മ ബക്കറ വബ്തകറ. ഒരാൾ പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം നേരത്തെ കുളിച്ച് നന്നായി കുളിച്ച് വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിലേക്ക് നടക്കുന്നു. വമശാ വലം യർക്കബ്, അവൻ നടന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നു, വാഹനത്തിലേറുന്നില്ല. വദന മിനൽ ഇമാം, ഇമാമിൻ്റെ ഏറ്റവും അടുത്ത് ഇരിക്കുന്നു, ഇമാമിനോട് അടുത്തിരിക്കുന്നു. ഫസ്തമഅ വലം യൽഗു, അദ്ദേഹം ഇമാമിൻ്റെ ഖുത്ബ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുന്നു. ഖുത്ബ അല്ലെങ്കിൽ ജുമുഅ നഷ്ടപ്പെടുത്തുന്ന ഒന്നിലും അവന് ഏർപ്പെടുന്നില്ല എങ്കിൽ കാന ലഹു ബികുല്ലി ഖുത്വ അമലു സന, അവൻ്റെ ഓരോ കാലടിപ്പാടുകൾക്കും, ഇതിനാണ് നടക്കണം എന്ന് പറയുന്നത്. മമശാ വലം യർക്കബ് എന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ടാണ്. കാന ലഹു ബികുല്ലി ഖുത്വ, അവൻ്റെ ഓരോ കാലടിപ്പാടിനും അമലു സന, അവൻ്റെ ഒരു വർഷത്തെ അമലിനുള്ള കൂലി കിട്ടുന്നുണ്ട്. അജ്റു സിയാമിഹ വഖിയാമിഹ, ആ ഒരു വർഷം നിന്ന് നിസ്കരിച്ചതിൻ്റെയും നിന്ന് നോമ്പെടുത്തതിൻ്റെയും കൂലിയായി ഓരോ കാലടിപ്പാടുകൾക്കും കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്. റവാഹു അബൂ ദാവൂദ്. ഈ ഹദീസ് ഇമാം അൽബാനി സ്വഹീഹാക്കിയിട്ടുണ്ട്. ഈ ഹദീസിനെ കുറിച്ചാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, കുറഞ്ഞ അമലുകൾ ചെയ്ത് വലിയ പ്രതിഫലം നേടാനുള്ള. അപ്പോൾ വെള്ളിയാഴ്ച വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിന് ഇങ്ങനെ പ്രതിഫലം നേടാൻ കഴിയുന്ന അവസരത്തെ നമ്മൾ കളഞ്ഞു വിളിക്കരുത്, അത് മുതലെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.